മക്കളെ, ഇന്ന് നമുക്ക് ഹാജി കി കഹാനി എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണിത്. നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാജി കി കഹാനി കിസ്നെ ലിഖ? ഹാജിയുടെ കഥ എന്ന ചാപ്റ്റർ ഹാജി കി കഹാനി ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. ഗീത് ചതുർവേദി. പ്രൊഫസർ യുഎൻഒ ടോക്കിയോ കി സഡക് സെ ക്യാ മില? പ്രൊഫസർ യുഎൻഒയ്ക്ക് ടോക്കിയോ റൂട്ടിൽ വെച്ചിട്ട് എന്തിനെയാണ് കിട്ടിയത്? കുത്തേക്ക പിള്ള, പട്ടിക്കുട്ടിയെയാണ് കിട്ടിയത്. പിള്ളയ്ക്ക് ഗല പർ ബാന്തി പട്ടി പർ ക്യാ ലിഖാത? പിള്ളയുടെ കഴുത്തിൽ ബന്ധിച്ചിട്ടുള്ള ബെൽറ്റിൽ എന്താണ് എഴുതിയിരുന്നത്? ഹാച്ചി, ഹാച്ചി എന്നാണ് എഴുതിയിരുന്നത്. ജാപ്പാനി ഭാഷ മേ ഹാച്ചി ക അർത്ഥ ക്യാ ഹെ? ജപ്പാനീസ് ഭാഷയിൽ ഹാച്ചി എന്നതിൻ്റെ അർത്ഥം എന്താണ്? 8 ആട്ട് എന്നാണ്. ഹാച്ചി കോൻസി നസ്ല് കാ കുത്താത? ഹാച്ചി ഏതു വംശത്തിൽപ്പെട്ട നായയായിരുന്നു? അക്കീത്ത നസ്ല്, അക്കീത്ത വംശത്തിൽപ്പെട്ട നായയായിരുന്നു. പിള്ളേക്ക് ഹാലത്ത് കൈസീതി? പട്ടിക്കുട്ടിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? മസ്ബൂർ ഹാലത്ത്, വളരെ വിവശമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഭാഗ്യക്കാ സാര ഭാഗ്യക്ക മാര ക മത്ലബ് ക്യാ ഹെ? ഭാഗ്യക്ക മാര എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഭാഗ്യഹീൻ, ഭാഗ്യമില്ലാത്തവൻ, ഭാഗ്യഹീനൻ. പ്രൊഫസർ ने हाची को लेकर क्या निश्चय किया? പ്രൊഫസർ ഹാച്ചിയോട് ഒന്നിച്ചെടുത്ത തീരുമാനം എന്തായിരുന്നു? ഹാച്ചിക്ക് മാലിക്കോ ടൂണ്ടിനേക്ക? ഹാച്ചിയുടെ ഉടമയെ അന്വേഷിക്കുക, അതായിരുന്നു ഹാച്ചിക്ക് വേണ്ടിയിട്ട് പ്രൊഫസർ എടുത്ത തീരുമാനം. ഹാച്ചിനെ പ്രൊഫസർക്കോ ക്യാ മാൻ ലിയ? ഹാച്ചി പ്രൊഫസറിനെ ആരായിട്ടാണ് അംഗീകരിച്ചത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് അംഗീകരിച്ചത്? അപ്ന മാലിക്, തൻ്റെ ഉടമയായിട്ടാണ് അംഗീകരിച്ചത്. ഹാച്ചി പ്രൊഫസർക്കോ ക്യോ മാലിക് മാനനെ ലഗ? ഹാച്ചി എന്തുകൊണ്ടാണ് പ്രൊഫസറിനെ മാലികായിട്ട്, യജമാനനായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയത്? റോസ് സാത്ത് രഹ്നെ ഹാച്ചി കോ പ്രൊഫസർ സെ ലഗാവ് ഹോ ഗയ, ഇസ്ലിയെ ഹാച്ചി പ്രൊഫസർ കോ മാലിക് മാനനെ ലഗ. എല്ലാ ദിവസവും പ്രൊഫസറിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ ഹാച്ചിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്ത അടുപ്പം, അദ്ദേഹവുമായിട്ട് വല്ലാത്ത അടുപ്പമുണ്ടായി. അതിനാൽ ഹാച്ചി പ്രൊഫസറെ ഉടമയായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. ദിൽ പിഘൽ ഗയാ, ദിൽ പിഘൽ ദിയ കാ മത്ലബ് ക്യാ ഹെ? ദിൽ പിഘൽ ദിയ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മൻമേം ദയ ഉൽപ്പന്ന ഹുയി, മനസ്സിൽ ദയ ഉണ്ടാവുക. പ്രൊഫസർ കി പത്നിക്ക് ദിൽ പിഘൽനെ കാ കാരൺ ക്യാ ഹെ? പ്രൊഫസറിൻ്റെ ഭാര്യയുടെ മനസ്സലിയാനുള്ള കാരണം എന്തായിരുന്നു? ഹാച്ചി ബഹുത്ത് സുന്ദർ ദാ और प्रोफेसर से बहुत प्यार करता था, यह देखकर प्रोफेसർ की पत्नी का दिल पिघल गया. ഹാച്ചി വളരെ സൗന്ദര്യമുള്ളതായിരുന്നു, അതുമാത്രമല്ല അതിന് പ്രൊഫസറിനോട് വളരെയധികം സ്നേഹമായിരുന്നു. ഇത് കണ്ടിട്ടാണ് പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സലിഞ്ഞത്. ഹാച്ചി ഹർ ശ്യാം ക്യാ കർത്താത? ഹാച്ചി എല്ലാ വൈകുന്നേരവും എന്താണ് ചെയ്തിരുന്നത്? പ്രൊഫസർ കാ ഇന്തസാർ, പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കാം. യഹ് റോസ് കാ സിൽസില ബൻ ഗയാ. റോസ് കാ സിൽസില ക്യാ ഹെ? ഇത് ഒരു നിത്യമുള്ള ഒരു ദിനചര്യയായി മാറി. എന്തായിരുന്നു ദിനചര്യയായിട്ട് മാറിയത്? हर दिन हाची प्रोफेसर को स्टेशन छोड़ने जाता था, शाम को वह स्टेशन पर उनका इंतजार करता था, यह रोज का सिलसिला बन गया. നിത്യവും ഹർ ദിൻ, എല്ലാ ദിവസവും ഹാച്ചി പ്രൊഫസർക്കോ സ്റ്റേഷൻ ചോടനെ ജാത്താത, ഹാച്ചി പ്രൊഫസറിനെ സ്റ്റേഷനിൽ വിടാൻ വേണ്ടി പോകുമായിരുന്നു. ശ്യാമുക്കോ വക സ്റ്റേഷൻ പർ ഉൻക ഇന്തസാർ കർത്താത, വൈകുന്നേരം അത് പ്രൊഫസറിനെ, അദ്ദേഹത്തിനെയും കാത്ത് സ്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. ഇതാണ് നിത്യവും നടന്നു വന്നിരുന്ന കാര്യം. ഏക് ദിൻ പ്രൊഫസർ ക്യോ വാപ്പസ് നഹി ആയേ? ഒരു ദിവസം പ്രൊഫസർ മടങ്ങി വന്നില്ല, എന്തുകൊണ്ട്? പ്രൊഫസർ കാ അച്ചാനക് നിധൻ ഹോ ഗയ. അച്ചാനക് പറഞ്ഞാൽ പെട്ടെന്ന്. പ്രൊഫസർ പെട്ടെന്ന്
മരണമടഞ്ഞു. അതായിരുന്നു കാരണം. പ്രൊഫസർ കെ അഭാവമേ റോസ് ഹാച്ചി ക്യാ കർത്താത. പ്രൊഫസറിന്റെ അഭാവത്തിൽ നിത്യവും ഹാച്ചി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഹാച്ചി റോസ് സ്റ്റേഷൻ पर പ്രൊഫസർ का इंतजार करता रहा. ഹാച്ചി നിത്യവും സ്റ്റേഷനിൽ പ്രൊഫസറെ പ്രതീക്ഷിച്ചിരിക്കും. ഹാച്ചി കിത്തനെ സാൽ തക്ക് इंतजार करता रहा. ഹാച്ചി എത്ര വർഷം വരെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്? 9 साल और 9 महीने. 9 വർഷവും 9 മാസവും. ഹാച്ചിക്ക് മൗത്ത് കബ് ഹുയി. ഹാച്ചി മരിച്ചതെന്നാണ്? 1935. 1935. തീസ് പറഞ്ഞ 30 5 5. 35 പറഞ്ഞ 35. 1935 നമ്മളിപ്പോൾ ഇവിടെ 18 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. എല്ലാവരും നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് കണ്ട് പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, ഒരു പാരഗ്രാഫിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിലേക്ക് പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറയുക. അങ്ങനെയാണ് ഇനി ഈ വർഷം മുതലുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള മാറ്റം. അതുകൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നെല്ലാവരും ഈ ക്ലാസ് കണ്ടിട്ട് വിശദമായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക. ഓക്കെ.